അപ്പൊ അടുത്തത് പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജസ്റ്റ് മാത്രം ഒരു സെക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇതിന് ശരിക്കും ഇതിന് ബിഗിനിങ് ആയിട്ട് വേറൊരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ കൺസിഡർ എ സെറ്റ് എസ് വിത്ത്, അതായത് ഈ സെറ്റ് ഒരു സെറ്റ് എസ്, നേരത്തെ നമുക്ക് പല സെറ്റുകൾ ഉണ്ടില്ലേ, ഒരു സെറ്റ് എസ് ഉണ്ട്, എ ബി സി, ഞാൻ സെറ്റ് നിർത്തും. ഈ സെറ്റില് n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ഉണ്ട്. And the condition Ci, each of which may be satisfied by some of the elements of S. അതായത് Ci എന്നുള്ളൊരു കണ്ടീഷൻസ് നമ്മൾ ഈ ഒരു സെറ്റ് എസ് എടുത്തു, അതിലൊരു Ci എന്നുള്ള കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്, അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാനൊരു സെറ്റ് ഫോർ എക്സാമ്പിൾ 2, 3, 4, 6, 8, 9 ഇങ്ങനെ പോകുന്ന ഒരു സെറ്റ് എന്ന് വെച്ചോ. ഇതില് ഞാന് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3. ഇതില് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3 ഏതൊക്കെയാണ്? 3, 6, 9 ഇതൊക്കെയാണ് നമ്പേഴ്സ് വരുന്നത്. അപ്പം എന്നാൽ 2, 4, 8 ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3 അല്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആൻഡ് കണ്ടീഷൻ Ci. അപ്പൊ ഞാൻ നമ്പർ ഡിവിസിബിൾ ബൈ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 2, 4, 8 എല്ലാം വരും. ഈച്ച് ഓഫ് വിച്ച് മേ ബി സാറ്റിസ്ഫൈഡ് ബൈ സം ഓഫ് ദി എലമെന്റ്സ് ഓഫ് എസ്. അപ്പൊ ഡിവിസിബിൾ ബൈ 3 എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എലമെന്റ്സ് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. The number of elements of S that satisfy none of the conditions. അപ്പൊ ഈ എടുത്തിരിക്കുന്ന സെറ്റില് ഞാൻ കുറെ കണ്ടീഷൻസ് കൊടുത്തു. ഇപ്പൊ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 അങ്ങനെ കൊടുത്തു എന്ന് വെച്ചോ. ഇതില് നമുക്ക് ഇനിയിപ്പോ ആ സെറ്റില് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എസ് ദാറ്റ് സാറ്റിസ്ഫൈ, അതായത് ഈ നമ്മൾ ഇത്രയും കൊടുത്ത കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറെ എലമെന്റ്സ് ആ സെറ്റിൽ ഉണ്ടെന്ന് വെച്ചോ. ആ എലമെന്റ്സിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. അതായത് കുറെ എണ്ണം നമുക്ക് ഈ ഇതിൽ ആഡ് ചെയ്യണം, കുറെ എണ്ണം എടുത്ത് കളയുകയും വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഇനി കാണാൻ പോകുന്നത്. None of the conditions Ci, 1 less than or equal to I less than or equal to T is denoted by n bar equal to n of C1 bar, C2 bar, C3 up to etc. Ct bar. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ n ഓഫ് ഇതിന്റെ ഫോർമുലയാണ് ഈ കാണുന്നത്. ഈ വലിയ ഫോർമുല കണ്ട് പേടിക്കുന്നില്ല, അത് എണ്ണ അനുസരിച്ച് എന്റെ എലമെന്റ്സിന്റെ എണ്ണവും കുറഞ്ഞോളൂ. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. n എന്താണ് നമുക്ക് നേരത്തെ പറഞ്ഞു, സെറ്റ് എസിന്റെ നമ്പർ, എത്ര എലമെന്റ്സ് ആ സെറ്റ് എസിലുണ്ടെന്നാണ് n ഡിനോട്ട് ചെയ്യണത്. മൈനസ് n ഓഫ് C1, അതായത് C1 എന്നുള്ള കണ്ടീഷൻ ഇവിടെ ഞാൻ ഇപ്പൊ എടുത്തപ്പോൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3 ആണ് ഒരു കണ്ടീഷൻ ഞാൻ കൊടുത്തത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ഈ സെറ്റിൽ എത്ര ഉണ്ടോ അത് n ഓഫ് C1 വരും. n ഓഫ് C2 ഞാൻ അടുത്തൊരു കൊടുത്ത കണ്ടീഷൻ എന്താണ്, അപ്പൊ ഡിവിസിബിൾ ബൈ 2 അത് എത്ര എലമെന്റ്സ് വരും, അത് n ഓഫ് C2. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് n ഓഫ് Ct വരാനുള്ളത് ഇങ്ങനെ വരും. ഇനി അടുത്തത് രണ്ട് കണ്ടീഷൻ, അതായത് 2ഉം 3ഉം ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുകയാണെന്ന് വെച്ചോ, അത് n ഓഫ് C1 C2 വരും, n ഓഫ് C1 C3 അങ്ങനെ പോകും. അങ്ങനെ പോയി ഇപ്പൊ 3 കണ്ടീഷൻസ് C1 C2 C3 അങ്ങനെ പോയി ലാസ്റ്റ് വരുമ്പോ എന്താണ്, എല്ലാ കണ്ടീഷൻസും കൂടെ വരുന്ന, ഒരുമിച്ച് എല്ലാ കണ്ടീഷൻസും കൂടെ വരുന്ന നമ്പർ. അപ്പൊ ഇതാണ് ഫോർമുല. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിപ്പോ വലിയ ഫോർമുലയാണ്, നമ്മളെ നമ്പർ എന്നിന്റെ അനുസരിച്ച് ഇത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇതിനെ ബേസ് ചെയ്ത്. ഇതിലെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം അത് ഇന്ന് ഞാൻ എടുക്കുന്നില്ല, ഇത് പഠിച്ചിട്ട് ഇത് എങ്ങനെയാണെന്ന് പഠിക്കണം. കാരണം ഇത് അടുത്തെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇതിന്റെ കുറച്ചും കൂടെ ജനറലൈസ്ഡ് വേർഷൻ ആണ്. ഇത് ഈ ഒരു ഫോർമുല നല്ല തറവാന്ന് വെച്ചാൽ അപ്പം ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവും പെട്ടെന്ന്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പം ഇവിടെ എന്താണ്, determine the number of positive integers n where 1 less than or equal to n less than or equal to 100 and n is not divisible by 2, 3 or 5. അപ്പം
ഞാനിപ്പോ ഒരു സെറ്റ് എസ് ഈക്വൽ ടു നമുക്ക് സെറ്റ് ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. അപ്പൊ 1 2 3 ഈ 100 വരെയുള്ള നമ്പേഴ്സ് അടങ്ങിയ ഒരു സെറ്റ് എസ് എടുത്തു. ഇപ്പൊ കണ്ടീഷൻ എന്താണ്? n is not divisible by 2 3 or 5. അതായത് ഇതില് 2 3 5 ആയിട്ട് ഡിവിസിബിൾ ആവാത്ത നമ്പേഴ്സ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു ഫോർമുല എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറെ എലമെന്റ്സുകളാണ്, അതിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ എന്താണ് 2 3 5 നമുക്ക് തന്നിരിക്കുന്ന 3 കണ്ടീഷൻസ് ആണ് 2 3 5. ആ 2 3 5 എന്നുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പോകണം. ഇപ്പൊ 1 ഒക്കെ 1 ഒന്നും 2 3 5 1 7 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും 2 3 5 വെച്ച് ഡിവിസിബിൾ ആവൂല. അങ്ങനെയുള്ള എത്ര എലമെന്റ്സ് ഈ ഒന്നിനും 100 ഇടയ്ക്കുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകണം. അതിനായിട്ട് C1 എന്നുള്ള കണ്ടീഷനായിട്ട് നമ്പേഴ്സ് ഇപ്പൊ ഞാനൊരു n എന്നുള്ള എലമെന്റ് ഈ 1 to 100 നമുക്കൊരു പെർട്ടിക്കുലർ എലമെന്റ് എടുക്കുന്നതിന് വരെ n ഉണ്ടല്ലോ. പിന്നെ n is divisible by 2. C1 എന്നുള്ള കണ്ടീഷൻ എടുത്തു. C2 ആയിട്ട് എടുത്തത് n is divisible by 3. C3 എന്ന് പറയുന്നത് n is divisible by 5. ഞാൻ ഈ 3 കണ്ടീഷൻസ് എടുത്തു. അങ്ങനെ C1 C2 C3 ഉണ്ട്. ഇപ്പൊ C1 C2 C3നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് n ഓഫ് C1 C2 C3. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൻസർ. അപ്പൊ അതിന് നമുക്കൊരു ഫോർമുല, നമ്മൾ നേരത്തെ ഈ ഫോർമുല കണ്ടായിരുന്നു. ഈ ഫോർമുല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു n minus n of C1 plus n of C2 plus n of C3. അതായത് C1 എന്താണ് divisible by 2, C2 divisible by 3, divisible by 5 പ്ലസ് ഇത് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ഈ മൈനസും പ്ലസും വരുന്നത്. അതുകൊണ്ട് ഇത് എളുപ്പമാണ്. ഇതിനകത്ത് എപ്പോഴും പ്ലസ് ആയിരിക്കും, ഈ ബ്രാക്കറ്റിനകത്തുള്ള എലമെന്റ്സ് പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് അങ്ങനെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. n of C1 C2 plus n of C1 C3 plus n of C2 C3 minus n of C1 C2 C3. നമുക്കിതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം n എന്താണ്? ഇവിടെ 100 എലമെന്റ്സ് ആണ്. അപ്പൊ n ഈക്വൽ ടു 100 ആണ്. നമുക്ക് സെറ്റ് എസിന്റെ കാർഡിനാലിറ്റി എന്ന് പറയാം. നമുക്ക് അതിന്റെ കാർഡിനാലിറ്റി എന്നാണ് ഡിനോട്ട് ചെയ്യണം. അപ്പം സെറ്റ് എസിന്റെ കാർഡിനാലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു n, അത് 100 ആണ്. ഇനി അടുത്തത് n ആയിട്ട്, അതായത് C1ന്റെ കണ്ടീഷൻ എന്താണ്? n is divisible by 2. അതായത് ഈ 1 തൊട്ട് 100 വരെയുള്ള എലമെന്റ്സ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ എണ്ണമാണ് ഈ n of n C1 നമ്മൾ കണ്ടുപിടിക്കാൻ വേണം. വിച്ച് ഈസ് ഈക്വൽ ടു, അത് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടില്ലേ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, അതാണ് യൂസ് ചെയ്യണത്. അത് വെറുതെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. 100 അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഈ നമുക്ക് ഉള്ള നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം, എത്ര നമ്പേഴ്സിലാണോ കണ്ടുപിടിക്കണം അത് ഡിവൈഡഡ് ബൈ ആ കണ്ടീഷനിൽ തന്നിരിക്കണ 2. അതായത് വേറൊന്നുമല്ല, ഈ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ എല്ലാത്തിലും അല്ല, ഇങ്ങനെയുള്ള ഡിവിസിബിൾ ബൈ 2, ഡിവിസിബിൾ ബൈ 3 5 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മൾ ഈ ഒരു ഇത് ഉപയോഗിക്കും. അതായത് 100/2 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ 100/2 ഈക്വൽ ടു 50. n of C2 equal to 100/3 equal to 33. n of C3 equal to 100/5 equal to 20. ഇത് ഈ ഒരു എല്ലാത്തിലും അല്ല കേട്ടോ, ഈ ഒരു ഇതിൽ മാത്രമാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. അതായത് ഈ നമ്പേഴ്സിന്റെ കേസുകൾ വരുമ്പോൾ മാത്രമേ ഫോർമുല ഉപയോഗിക്കുള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഫോർമുല മാറും. ഇനി അടുത്തത് എന്താണ്? C1 C2 അതായത് ഡിവിസിബിൾ ബൈ 2 ഉം 3. അറ്റ് എ ടൈം
2 കൊണ്ട് 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് n of C1 C2. അങ്ങനെ വരുമ്പോൾ ഏത് നമ്പർ വെച്ചാണോ നമ്മൾ ഡിവൈഡ് ചെയ്യണത് അതായിരിക്കും നമ്മൾ ഡിനോമിനേറ്റർ എഴുതേണ്ടത്. അപ്പൊ 100 ബൈ ഇപ്പൊ C1 C2 ആണ്. അപ്പൊ ഡിവിസിബിൾ ബൈ 2 into 3 which is equal to 6. അതായിരിക്കും ഇവിടെ എടുക്കണം. which is equal to 16 വരും. ഇത് പ്രോപ്പർ അല്ല കേട്ടോ. 100 ഡിവൈഡഡ് ബൈ 6 വരുമ്പോൾ 16 പോയിന്റ് സംതിങ് വരും. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഏറ്റവും ലീസ്റ്റ് ഏതാണോ ഇന്റിജർ കിടക്കുന്നത് അത് 16.56 അങ്ങനെ എന്തോ ആണ് വരുന്നത്. അതുകൊണ്ട് 16 എടുക്കണാണ്. n of C1 C3 equal to 100 by 10 equal to 10. n of C2 C3 equal to 100 by 50 equal to 6. അപ്പോൾ അതായത് ഇത് ഫസ്റ്റ് കേസ് എന്താണ്? 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളുടെ എണ്ണം. അടുത്തത് C1 C3 അതായത് 3 5 കൂടെ വരുമ്പോ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 5 കൂടെ 50 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ വരും. അല്ല ഇത് C1 ഇത് C1 C2 ഇത് 2 5 ആണ്. 3 5 അല്ല 2 5 ഇതാണ് 3 5. ഇനി അടുത്തത് ഏതാണ്? n of C1 C2 C3 അതായത് 3 കണ്ടീഷൻ 2 3 5. 2 ഡിവിസിബിൾ ബൈ 2 ആണ്, ഡിവിസിബിൾ ബൈ 3 ആണ്, ഡിവിസിബിൾ ബൈ 5 ആണ്, ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും, ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും, ഡിവിസിബിൾ ബൈ 15 ആയിരിക്കും, ഡിവിസിബിൾ ബൈ 30 ആയിരിക്കും. ഇത്രയും കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്ന നമ്പറുകൾ എത്ര എണ്ണം കാണും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് 100 ബൈ അതായത് 2 into 3 into 5 വരും. which is equal to greatest integer 100 by 30 which is equal to 3.333 എന്ന് പറയും. അത് equal to 3 ആയി. നമുക്ക് അതായത് ഈ ഒരു ഫോർമുലയിലേക്ക് ആവശ്യമുള്ള എല്ലാത്തിന്റെ എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴും ഓർത്തോണം. ഈ ഒരു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 100/2 എന്ന് എടുക്കുന്നത് നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ സെറ്റുകളുടെ കേസിൽ വരുമ്പോൾ മാത്രമാണ്. വേറെ കേസിൽ വരുമ്പോൾ നമ്മൾ ഇത് എടുക്കൂല, മാറും. ഈ ഒരു ഫോർമുല ആയിരിക്കില്ല എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ n of C1 bar C2 bar C3 bar will be equal to 100 minus n of C1 50 plus n of C2 33 plus n of C3 20 plus n of C1 C2 60 n of C1 C3 10 n of C2 C3 6 minus n of C1 C2 C3 this is equal to 3. This is 100. അതിൽ നമുക്ക് 26 ആണുള്ള ആഡ് ചെയ്ത 26. അതായത് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് n where 1 less than or equal to n less than or equal to 100. അതായത് 1നും 100നും ഇടയ്ക്കുള്ള നമ്പേഴ്സിന്റെ സെറ്റ് എടുത്തു. അതില് എത്ര നമ്പേഴ്സ് 2 3 5 വെച്ച് ഡിവിസിബിൾ ആവാത്ത വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡിവിസിബിൾ ആവാത്ത നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 1 വരും, 7 വരാം, 9 11 അങ്ങനെയുള്ള നമ്പേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കും. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഓരോ കണ്ടീഷൻസ് എഴുതി C1 C2 C3 അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയാം. അതായത് C1ഉം C2ഉം C3യും ഒരുമിച്ച് വരാത്ത നമ്പേഴ്സ് എത്ര എണ്ണം? അതിപ്പോ 170. ഇതിപ്പോ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയ 26 നമുക്ക് കിട്ടും. അത് എത്ര എണ്ണം വരും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ഈ ഫോർമുലയില് അത് n of C1 അതായത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? അത് 50 ഉണ്ട്. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് 33. അതിനെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കും. അതായത്
ന്യൂമറേറ്ററിൽ നമ്മൾ എത്ര നമ്പേഴ്സ് ആണ് എടുക്കാന്ന് എഴുതും. ഡിനോമിനേറ്ററിൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണോ അത് എഴുതും. അത് 2 എഴുതി, അത് 50 എഴുതി, അങ്ങനെ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അതായത് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ വാല്യൂസും കിട്ടി. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈക്വൽ ടു 26 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി മതിയാക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് കാണും. അത് ഞാൻ ഇട്ടേക്കാം, ക്വസ്റ്റ്യൻസില് കൂട്ടത്തിൽ ഇട്ടേക്കാം. അത് ചെയ്യുമ്പം ഇതെന്തായാലും അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഈ ഒരു ഫോർമുല മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫോർമുല ഓർമ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പൊ ഈ മസ്റ്റ് ആയിട്ട് ഈ ഫോർമുല ഓർത്ത് വെച്ചോണേ. ഓക്കെ, വെൽക്കം.